പ്രിയമുള്ളവരെ, നമ്മുടെ ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹവും കാരുണ്യവും ഒക്കെ ഈ ബെത്സൈദ എന്ന പ്രോഗ്രാമിലെ ഓരോ അനുഭവങ്ങൾ കേൾക്കുമ്പോഴും നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുക. നമ്മളൊരു പുതിയ എപ്പിസോഡിലേക്ക് വന്നിരിക്കുക. നമുക്ക് കഴിഞ്ഞ ആഴ്ച കേട്ട ജീവിതാനുഭവം നമ്മൾ പൂർത്തീകരിച്ചിട്ടില്ല. അതിൻ്റെ ബാക്കിയാണ് നമ്മളിപ്പോൾ കേൾക്കാൻ പോകുന്നത്. ഏറ്റവും സ്നേഹത്തോടെ നമുക്ക് ഈ ജീവിതാനുഭവത്തിൻ്റെ വഴികളിലേക്ക് സ്വാഗതം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവവചനമൊക്കെ വായിച്ചുകൊണ്ടിരിക്കുന്ന, എല്ലാ ആഴ്ചയിലും ഉപവസിക്കുന്ന, അങ്ങനെ ആ ഒരു ആത്മീയതയുടെ ഒരു വലിയൊരു തലത്തിൽ നിന്നിട്ട് പെട്ടെന്ന് ഇങ്ങനെ ഒരു വളർച്ച, ഒരു താഴ്ചയിലേക്ക് വരാനായിട്ട് മനുഷ്യന് സാധിക്കും എന്നുള്ളതാണ് നമ്മുടെ ജീവിതം തന്നെ പറഞ്ഞ് പഠിപ്പിക്കുന്ന. അങ്ങനെ നമുക്ക് ആർക്കും അഹങ്കരിക്കാനില്ല. നമ്മൾ എത്ര വളർന്നു എന്ന് പറഞ്ഞാലും ഏത് നിമിഷം വേണമെങ്കിലും നമ്മൾ താഴെ വീണു പോകാം. കാരണം അത്ര ഈ ഒരു അവസ്ഥയിൽ നമ്മൾ എത്തുന്നത്. അപ്പോൾ എൻ്റെ മനസ്സിൽ ഒരു അഹങ്കാരം കയറി വന്നു. അഹങ്കാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം ദൈവം തന്നതാണെന്നുള്ളത് മറന്നിട്ട് നമുക്കെന്തോ കഴിവുണ്ട്. ഇത്ര എത്തിയല്ലോ. എൻ്റെ ചേട്ടനും അനിയനും ആ കഴിവില്ല, എനിക്ക് ഈ കഴിവുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും വലിയ ആളായി വലിയ ആൾക്കാരായിട്ട് സംസാരിക്കുക, കാര്യങ്ങൾ നടത്തുക, ഇത്രയും പൈസ വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് കൂട്ടുകെട്ട് കൂടി എപ്പോഴും നമ്മുടെ കൂടെ ഒരു 10 പേര് കാണും. വൈകുന്നേരം താമസിച്ച് കഴിഞ്ഞാൽ ഫോൺ വിളി, എടാ എന്നാ ഇത്ര താമസിച്ച് പെട്ടെന്ന് വാന്നൊക്കെ പറഞ്ഞ് വിളിക്കും. വന്നു കഴിഞ്ഞാൽ ഇവരുടെ കൂടെ ഇരുന്ന് കള്ളുകൂടിയും പരിപാടിയൊക്കെയാണ്. ഈ പോകുന്ന സമയത്ത് കുടുംബം, ഭാര്യ, മക്കള് അവരോടൊക്കെ ഒപ്പം ചെലവഴിക്കാൻ സമയമോ സ്നേഹമോ കരുതലോ അങ്ങനെയൊക്കെ ഒന്നുമില്ല. അതെല്ലാം നമ്മുടെ തലയിൽ നിന്ന് പോകുക. സമയത്ത് മൊത്തം ഫ്രണ്ട്സ്, മദ്യം, കാശ്, കാര്യങ്ങളായിട്ട് അല്ലേ. ഈ മക്കളുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് ഞാൻ വരുമ്പോൾ ഇവര് ഉറങ്ങിക്കാണും. ഞാൻ എണീക്കണത് 11 മണിക്ക്. ഇവര് സ്കൂളിൽ പോകും. നേരിട്ട് കാണുന്നില്ല. ഒരു 6-7 വർഷം ഇവരെ കാണാറുമില്ല. ഓക്കെ. ആ ഒരു അവസ്ഥയിലേക്ക് തന്നെ പോയി. ഇപ്പം നമ്മളിങ്ങനെ ഇന്ന് ഇത്ര ഈസി ആയിട്ടിരുന്ന് സംസാരിക്കുമ്പോൾ നമുക്കറിയാം അന്നത്തെ ആ ജീവിതം ഭീകരമാണ്. ഇപ്പം നിങ്ങൾ കടന്നു തീർച്ചയായിട്ടും നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വലിയൊരു ചേഞ്ച് ലൈഫിൽ വന്നിട്ട് നിങ്ങൾ വന്നിരിക്കുന്നതാണ്. പക്ഷേ ഇങ്ങനെ ഇരിക്കുമ്പോഴും അറിയാം അന്നത്തെ ആ ലൈഫ് കടന്നുപോയ നാളുകൾ പറയാൻ എളുപ്പമാണ്. പക്ഷെ ചിന്തിക്കുമ്പോൾ ഒരു വലിയ കുടുംബത്തിൻ്റെ ഒരു ഫുൾ തകർച്ചയുടെ ചിത്രമുണ്ട് അതിൻ്റെ അകത്ത്. ഓക്കെ. ഏറ്റവും കൂടുതൽ വിഷമത്തിൽ കൂടെ പോയത് ഇവളായിരുന്നു. ഇവര് വീട്ടുകാരായിട്ട് ആ സമയത്ത് ഒരു ടച്ചില്ല, എങ്ങോട്ടും പോകാനും പറ്റില്ല, മാനസികമായിട്ട് ഭയങ്കര വിഷമമാണ്. തീർച്ചയായിട്ടും പുള്ളിക്കാരത്തി കടന്നുപോയ ജീവിതം എന്ന് പറഞ്ഞാൽ നല്ല പ്രായത്തിൽ വീട് വിട്ടിറങ്ങി വന്നൊരു ഒരു പ്രണയത്തിൻ്റെ കഥയാണ്. അതിൻ്റെ ഇതിൽ വീട് വിട്ട് പോന്നിട്ട് പിന്നെ കടന്നുപോയ സന്തോഷകരമായ അനുഭവങ്ങളെക്കാൾ ഉപരിയായിട്ട് കടന്നുപോയത് സങ്കടങ്ങളാണ്. ആ സമയത്ത് ഈ പറഞ്ഞ നമ്മളിപ്പോൾ കെട്ടിച്ച് വിട്ട ആണെങ്കിൽ ഇപ്പോൾ നമുക്ക് ചിലപ്പോൾ വീട്ടുകാരുടെയെങ്കിലും ഒരു സപ്പോർട്ടെങ്കിലും ഉണ്ടാകുന്ന നോക്കിയാൽ ഇതാരുടെയും സപ്പോർട്ടില്ല. ഭാഷാ സംസ്കാരം എല്ലാം മാറി. ഇതിലൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹിറ്റാച്ചി JCB പണിയിൽ വന്ന സമയത്ത്, തുടക്ക സമയത്ത് ഇവർ വീട്ടുകാരായിട്ട് ഞങ്ങൾ സെറ്റായി. ആ സമയത്ത് ഞങ്ങൾ സെറ്റായത് കർണാടകക്കാരായിട്ട്. അതെ. അതുവരെ ഇവരായിട്ട് ഒരു കണക്ഷൻ ഇല്ലായിരുന്നു. ഞങ്ങൾ 3 മക്കളൊക്കെ ആയി. അതും കൂടി ഒരു ചെറിയൊരു ട്രാപ്പിലോട് കൂടിയാണ് ഇവരുടെ വീട്ടിൽ പോകേണ്ടി വന്നത്. എൻ്റെ ഒരു കൂട്ടുകാരൻ ഒരാളുടെ അടുത്ത് കുറച്ച് പൈസ മേടിച്ചു. അവൻ്റെ കല്യാണം കഴിഞ്ഞ ഉടനെ നമ്മൾ നേരെ ബാംഗ്ലൂരിൽ അക്കൗണ്ടിൽ കിടപ്പുണ്ട് പോയി എടുക്കാന്ന് അവൻ ചുമ്മാ നുണ പറഞ്ഞ. ഇവൻ അങ്ങനെ ഞങ്ങൾ ബാംഗ്ലൂർ കൊണ്ടുപോയതാണ്. ചുമ്മാ പോയിട്ട് പിറ്റേ ദിവസം നമുക്ക് പോയേക്കാന്ന് പറഞ്ഞ് അവനും പുതിയ പെണ്ണും എല്ലാം ഉണ്ട്, ഞങ്ങളെല്ലാവരും ഉണ്ട്. അപ്പോൾ ബാങ്കിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്ത് പോയേക്കാന്ന് പറഞ്ഞു. അപ്പോൾ ഇവള് കരഞ്ഞു, ഇവിടം വരെ വന്നിട്ട് വീട്ടിൽ പോകേണ്ട എങ്ങനെയാ പോകണമെന്ന്. അങ്ങനെ ഞങ്ങൾ ഇവരുടെ വീട്ടിലേക്ക്, പഴയ വീട്ടിലേക്ക് രാത്രി പോവാം. ഈ കല്യാണ ചെറുക്കനെയും അവൻ്റെ വൈഫിനെയും റൂമിൽ തന്നെ ആക്കി. എന്തായാലും പോകുമ്പോൾ അടി കിട്ടും, അവനും വന്ന് അടി മേടിക്കണല്ലോ എന്ന് ഓർത്തുകൊണ്ട് ഞങ്ങൾ 3 മക്കളും അവരുടെ വീട്ടിലേക്ക് പോവാ. അങ്ങനെ പോയി കഴിഞ്ഞപ്പോൾ പഴയ ഇവരിരുന്ന വീട് ഇവര് കാലി ചെയ്ത് പോയി. ചേട്ടൻ നന്നായിട്ട് കന്നഡ സംസാരിക്കുമോ? ഇല്ല, മലയാളമുള്ളൂ. ഒരു കണക്കിന് നന്നായി. കാരണം അവരെന്തെങ്കിലും പറഞ്ഞാലും മനസ്സിലാവില്ലല്ലോ. മനസ്സിലാവൂല്ലേ? അങ്ങനെ ഇവരുടെ വീട്ടിൽ നോക്കിയപ്പോൾ അവരുടെ വീട് അവിടെ നിന്ന് കാലി ചെയ്തു ഇവര്. ഇവള് ഇങ്ങനെ പോയപ്പോൾ തന്നെ അവര് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ആയി. ആ വീട് മാറി വേറെ സ്ഥലത്തേക്ക് പോയി. ഇപ്പം ഞങ്ങൾ അന്ന് വന്ന് റൂമിൽ വന്ന് കിടന്നു. അന്ന് രാത്രിയൊക്കെ ഇവള് കരച്ചില്ല. ഇവിടെ വന്നിട്ട് ഞാൻ പറഞ്ഞ് രാവിലെ പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ രാവിലെ ഇവരുടെ ചേട്ടൻ്റെ ഒരു കടയുണ്ട്, അവിടെ അന്വേഷിച്ച ആൾ പോയി കഴിഞ്ഞപ്പോൾ അവൻ കറക്റ്റ് സമയത്ത് അവനില്ല. അവനുണ്ടെങ്കിൽ അന്ന് സീനായനെ. ആ സമയത്ത് അവനില്ല. ദൈവം ആ സമയത്ത് നമ്മളൊന്ന് കരുതി. അപ്പോൾ തൊട്ടടുത്ത കടക്കാരൻ ചോദിച്ചു എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ വീട് ചോദിച്ചു. പുള്ളി അഡ്രസ്സ് പറഞ്ഞു. ഞങ്ങളിങ്ങനെ ഒരു ഓമിനി വാനിൽ ആ അഡ്രസ്സ് തപ്പി പോവാം. ഫുൾ ടെൻഷനാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഭയങ്കര വെപ്രാളവും ടെൻഷനും ഉള്ളിലുണ്ട്. സിനിമയാക്കാനുള്ള കഥയുണ്ട്. അങ്ങനെ ഞങ്ങളിങ്ങനെ പോയി തപ്പിയിട്ട് വീട് പിടുത്തം കിട്ടുന്നില്ല. പിന്നെയും തിരിച്ച് ആ കടയിൽ തന്നെ വന്നപ്പോൾ ഇയാൾ കൂട്ടത്തി വീട് കാണിക്കാൻ വേണ്ടി കയറി വന്നു, തൊട്ടടുത്തുള്ള കടക്കാരൻ. അങ്ങനെ ഇയാൾ അതിൻ്റെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഞാനിങ്ങനെ ചോദിക്കാറ് വീട്ടിലെല്ലാവരും സുഖമാണോ, ഒരു അപ്പനൊക്കെ എങ്ങനെയുണ്ടെന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ പുള്ളി പറയാണ് അപ്പം മരിച്ചുപോയി എന്ന് പറയാം. അപ്പം ഇവളാരാന്ന് പുള്ളിക്ക് അറിയില്ല. ഇവള് പെട്ടെന്ന് പൊട്ടിക്കരയുമ്പോൾ പുള്ളി ഷോക്കായിപ്പോയി. എന്താണെന്ന് വെച്ചു. ഞാൻ പറഞ്ഞു ഇത്ര വർഷമായി വീട്ടിൽ നിന്ന് ഇങ്ങനെ പോയിട്ട് ഇന്നാ ഞങ്ങളിങ്ങനെ തിരിച്ചു പോണേ, ഞങ്ങൾക്ക് ആർക്കും അറിയില്ല അപ്പം മരിച്ച കാര്യം. വീട്ടിൽ ചെല്ലുമ്പോൾ എന്തെങ്കിലും പ്രശ്നം വരും, നിങ്ങൾ ഒന്ന് സഹായിക്കണമെന്ന് പറഞ്ഞു. അതുപോലെ അവരുടെ വീട്ടിൻ്റെ അടുത്ത് എത്തി. ഇവള് ഇറങ്ങി വീട്ടിലേക്ക് അവർ രണ്ടുപേരും പോയി. ഞങ്ങൾ പുറത്ത് തന്നെ ഇരുന്നു, മക്കൾ നാലും. ഇവളകത്ത് ചെന്ന് കഴിഞ്ഞപ്പോൾ ഇവരമ്മ കരച്ചിലും ബഹളമായി. പിന്നെ ഇവരെ സ്വന്തക്കാരെല്ലാം വീട്ടിലേക്ക് വരാൻ തുടങ്ങി. വീട് വിട്ട് വന്ന പിന്നെ അപ്പനെ കണ്ടിട്ടില്ല. അങ്ങനെ ഒരു അവസ്ഥയിൽ അവർ വന്നു, എന്നെ വിളിച്ച് കുറേ ഒച്ചപ്പാടൊക്കെ പറഞ്ഞു. ഇവർ അമ്മ കുറച്ച് വഴക്കൊക്കെ പറഞ്ഞു. നിങ്ങൾ അറിയിക്കായിരുന്നില്ല എവിടെയാണെന്നുള്ളത്, ഞങ്ങൾ എവിടെയൊക്കെ തപ്പി എന്നുള്ള രീതിക്കാണ് സംസാരിച്ച്. 3 മക്കളെയും കൊണ്ടുപോയായിരുന്നു. അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ അന്ന് അവിടെ കിടക്കാൻ പറഞ്ഞവർ. എനിക്ക് അതപ്പോഴും പേടിയാണ്. എന്താ പറഞ്ഞാൽ ഈ കടയിൽ തപ്പിപ്പോയ ചേട്ടൻ അവിടെ വന്നിട്ട് നമ്മളിങ്ങനെ തുറച്ചു നോക്കാനും അവൻ വേറെ ഒരു മൈൻഡിലാണ് നമ്മളെ കാണുന്നത്. അപ്പോൾ എല്ലാവരും അവനെ സോൾവ് ചെയ്ത് വയ്ക്കുക. നമ്മളപ്പോൾ അവിടെ കിടന്നാൽ ശരിയാവില്ല, ഞങ്ങൾ റൂമിൽ തന്നെ പോകാമെന്ന് പറഞ്ഞ് ഇവളെ മാത്രം വിട്ടിട്ട് ഞാനും 3 മക്കളെയും വിളിച്ചുകൊണ്ട് റൂമിലേക്ക് തന്നെ പോയി. റൂമിൽ കിടന്ന് പിറ്റേ ദിവസം രാവിലെ വന്നു കഴിഞ്ഞപ്പോൾ ഇവരെ സ്വന്തക്കാരെല്ലാം അനിയത്തിമാരെല്ലാവരും വന്നു. കുഴപ്പമില്ല, ഞങ്ങളായിട്ട് നല്ലോണം സംസാരിച്ചു. ആ സമയത്ത് ഇവർ അമ്മാവും പോലീസുകാരും വന്നു. പോലീസുകാരൻ വന്നിട്ട് ഒന്ന് ചൂടായി ആള് എന്നോട്. പിന്നെ അത് കഴിഞ്ഞിട്ട് എല്ലാവരും പുള്ളിയെ വഴക്ക് പറഞ്ഞു. 3 മക്കളായില്ലേ, ഇനി എന്തിനാ അതാന്ന് പറഞ്ഞു. പുള്ളിയും പിന്നെ സോൾവ് ആയി. അങ്ങനെ ഞങ്ങൾ തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ ഇവർ അനിയത്തി ആദ്യം വന്നു. പിന്നെ അവരുടെ വീട്ടുകാരെ ഇവിടെ വരുമ്പോൾ നമ്മൾ വലിയ സ്റ്റാറാണ്. ഇവർ ഒരു ബസ് വിളിച്ച് അവരുടെ ആൾക്കാർ വന്ന് ആദ്യം ഒരാൾ വന്നിട്ട് പോയിട്ട് പിന്നെ ഒരു ബസ്സായിട്ട് ഒരു 40 പേര് വന്നു. അവിടെ വന്ന ഒരു ലോഡ്ജ് മൊത്തം നമ്മൾ എടുത്തു കൊടുത്തു. താമസിക്കാനുള്ള എല്ലാ സെറ്റപ്പും ചെയ്തു കൊടുത്തു. കാശുണ്ട്. പിന്നെ വരുന്ന ഇവർ കാണുന്നതൊക്കെ വലിയ വലിയ ആൾക്കാരാണ്. ഇവരായിട്ട് കമ്പനി കൂടാനും പരിചയപ്പെടാനും വരണവർക്കെല്ലാം മദ്യവും കാര്യങ്ങളും എല്ലാം നമ്മൾ ആ അവസ്ഥയിരിക്കുമ്പോൾ അവർ വരണം. അങ്ങനത്തെ ഒരു ഇത് കണ്ട് കഴിഞ്ഞപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലൊരു സെറ്റായി. ആ ഫാമിലിയായിട്ട് ഇപ്പം നല്ലൊരു ബന്ധത്തിൽ ഇപ്പോൾ പോകണം. അപ്പം ഇങ്ങനെ നമ്മളിങ്ങനെ അർമാദിച്ച് ജീവിതം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. കള്ളുകൂടിയും കൂട്ടുകെട്ടും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. 1-ാം സ്ഥാനം ആർക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ കൂട്ടുകാർക്കാണ്. അവരുടെ കൂട്ടത്തിൽ കൂടുതൽ സമയം ചിലവാക്കുള്ളൂ. പിള്ളേരുടെ കൂട്ടത്തിൽ, വൈഫിൻ്റെ കൂട്ടത്തിൽ സമയമില്ല ചിലവാക്കാൻ. അയാ മനസ്സിൻ്റെ ഉള്ളിൽ ഒരു ബോധ്യമുണ്ട്, ഈ ഡിവൈനാണ് നമ്മൾ വന്ന് രക്ഷപ്പെട്ടത്. അതുകൊണ്ട് ഡിവൈനിൽ എല്ലാ വർഷവും വരും. ഇതെല്ലാം ഉണ്ടെങ്കിലും കള്ളുകൂടി എല്ലാം കാണും, ഡിവൈനിലേക്ക് വരും. അതിന് കുറവില്ല. അതുകൊണ്ട് പിള്ളേർ രക്ഷപ്പെട്ടു. ഇവരെല്ലാം കൊണ്ടുവന്ന് ഡിവൈനിലേക്ക് കയറ്റിട്ട് അതിനപ്പുറം ഒരു ബാറിൽ പോയി ആ ഫുൾ കള്ളടിച്ചിട്ട് അകത്തേക്ക് കയറും. അപ്പം നമ്മൾ ഡ്രൈവറൊക്കെ ഉണ്ട് കൊണ്ടുവന്ന് വിടാനൊക്കെ. അപ്പം അകത്ത് കയറി കഴിയുമ്പോൾ നമ്മുടെ ധാരണ എന്താണെന്ന് പറഞ്ഞാൽ ഈ ധ്യാനത്തോടു കൂടി നിർത്തുക. ഈ പ്ലാനിലാണ് അല്ല, കുറേ ധ്യാനത്തിൽ അങ്ങനെ തീരുമാനിച്ചിട്ടുണ്ട്. അങ്ങനെ വന്ന് ധ്യാനം കൂടും, ഒരു 10 ദിവസം പിടിച്ചു വെക്കും. പിന്നെ തുടങ്ങും. അത് നിർത്താൻ വേണ്ടിയിട്ട് ഭയങ്കര. ഞാനും എൻ്റെ കൂട്ടുകാരനൊക്കെ തമിഴ്നാട്ടിൽ ഒരു മരുന്ന് തരുവാന്ന് പറഞ്ഞാൽ അവിടെയൊക്കെ പോയിട്ടുണ്ട്. ഇത് നിർത്തണം എന്ന് ആഗ്രഹമുണ്ട്, നിർത്താൻ പറ്റുന്നില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിലായി, ഫുൾ അഡിക്റ്റായി. നമ്മൾ പണ്ട് അങ്ങനെ ആയിരുന്ന ആളാണല്ലോ, അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അപ്പം നമ്മൾ കള്ളു കുടിച്ചതിൻ്റെ മരിക്കുമെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഇനി ഇവനെ വിട്ടു കഴിഞ്ഞാൽ ഇവൻ തീർന്നു പോകുന്ന ദൈവത്തിന് മനസ്സിലായി. അങ്ങനെ ഉണ്ടായിരുന്നപ്പോൾ തമ്പുരാൻ എന്നായത് ഒരാളെ നമ്മളെ രക്ഷിക്കാൻ വേണ്ടി വിട്ടു. അങ്ങനെ നമ്മുടെ മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ മൂന്നാർ പൊളിക്കൽ ദൗത്യം തുടങ്ങി. നമ്മളെയൊക്കെ പൊളിച്ചു. അതെ. അപ്പം അങ്ങനെ ഈ മൂന്നാർ പൊളിക്കൽ തുടങ്ങിക്കഴിഞ്ഞപ്പം ഈ പേപ്പർ വാങ്ങ് ക്ലിയർ ഇല്ലാത്ത എല്ലാ ബിൽഡിങ്ങും പൊളിക്കുക. അങ്ങനെ എൻ്റെ കിറ്റാച്ചി 2 പിടിച്ചുകൊണ്ടുപോയി. പിന്നെ നമ്മുടെ കൂട്ടുകാരൊക്കെ കുറേ കിറ്റാച്ചികളും ഉണ്ടായിരുന്നു. അച്യുതാനന്ദനൊക്കെ നിങ്ങളുടെ മാനസാന്തരത്തിലൊക്കെ. അതെ. നമ്മൾ രക്ഷിച്ച ആളാണ്. അപ്പം അങ്ങനെ വലിയ പ്രശ്നമായി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് ഈ റിസോർട്ട് വർക്കുകളാണ്. രാത്രിയും പകലും പണി നടക്കും. ഇതെല്ലാം സ്റ്റോപ്പായി, വർഷങ്ങളായിട്ട് സ്റ്റോപ്പായി. എല്ലാം പേടിച്ചു പോയി. ആ പണിയില്ലാണ്ടായി. പണിയില്ലാണ്ടായാലും നമ്മുടെ ചിലവിന് ഒരു കുറവില്ല. ഈ ചിലവ് അതുപോലെ തന്നെ, കള്ളുകൂടിയും ചിലവും ഇതിങ്ങനെ പോവുക.
അപ്പോൾ ഇവള് ഓർത്തു നമ്മുടെ നാട്ടിലുള്ളത് കൊണ്ടാണ് ഇങ്ങനെ കള്ളുകൂടി. അതുകൊണ്ട് ഞങ്ങൾ പൂപ്പാറയിൽ നിന്ന് ഒരു 15 കിലോമീറ്റർ കഴിഞ്ഞാൽ സൂര്യനെല്ലി. ഓക്കെ. അവിടെ ഒരു വീട് വാടകയ്ക്ക് എടുത്ത് അങ്ങോട്ട് കൊണ്ടുപോയി. അവിടെ ഇത് തന്നെ തുടങ്ങി. അവിടെ ചെന്നപ്പോൾ അവിടെ ഒരു ഗ്യാങ് ഉണ്ടാക്കി നമ്മള്. ഈ കള്ളുകുടിക്കാർ അവിടെ പോയാലും എവിടെ പോയാലും തുടങ്ങൂലോ. അതെ. അപ്പൊ അവിടെ കുറെ ടീമുകളുണ്ട്, നമ്മളെ ടീമുകൾ. അവരായിട്ട് കമ്പനി കൂടി, അവരായിട്ട് പിന്നെ പൂപ്പാറ വന്ന പൂപ്പാറ കമ്പനി. ഇവിടെയും മൂന്നാർ പോയാൽ അവിടെ ഒരു ഗ്യാങ്. എല്ലാ സ്ഥലത്തും നമുക്കൊരു ഗ്യാങ് കാണും. അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് പോയി. അങ്ങനെ വന്നു കഴിഞ്ഞപ്പം പൈസ ഇല്ലാണ്ടായി, പണിയില്ല, ഒന്നുമില്ല. ലാസ്റ്റ് കടത്തിലേക്ക് പോകാൻ തുടങ്ങി. ഒരു ടിപ്പറൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ CC അടയ്ക്കാൻ, അതൊക്കെ വിലയ്ക്ക് മേടിച്ചാൽ CC അടയ്ക്കാൻ പറ്റുന്നില്ല. അങ്ങനെ കുറേ പ്രശ്നങ്ങളൊക്കെ വരാൻ തുടങ്ങി കഴിഞ്ഞപ്പം സ്ഥലങ്ങൾ അവിടെ 2 സ്ഥലങ്ങളൊക്കെ മേടിച്ചിട്ടായിരുന്നു. അതൊന്ന് ഇങ്ങനെ വിൽക്കേണ്ട അവസ്ഥയിലൊക്കെ വന്നു. പിന്നെയും കഷ്ടപ്പാട് കൂടിക്കൊണ്ട് കള്ളടിക്കും ഒരു കുറവില്ല. ഇങ്ങനെ കുറേ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എല്ലാം തീർന്നു, വട്ടപൂജയായി. മനസ്സിന് ആത്മഹത്യാ ചിന്ത വന്നു. ഓക്കെ. അപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നണ പിശാച് കാണിക്കുന്നത് ശവപ്പെട്ടിക്കകത്ത് നമ്മൾ അലങ്കരിച്ച് കിടത്തിയേക്കണത് കാണിക്കും. അപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നുന്നു, എന്നാണ് നമ്മൾ ഈ ശവപ്പെട്ടിക്കകത്ത് കിടക്കണത് അന്നേ നമുക്ക് സ്വസ്ഥതയുള്ളൂ. ഇല്ലാണ്ട് ഈ ലോകത്ത് സ്വസ്ഥതയില്ല. അപ്പോൾ മരിക്കണം എന്നുള്ള ചിന്തയുള്ളൂ. അപ്പോൾ ഈ ഭാര്യയെ മക്കളെ കുറിച്ച് ഒരു തലയിലില്ല. മരിക്കാൻ വേണ്ടി നമ്മൾ കൊതിയാവുക എന്ന് പറഞ്ഞാൽ ആ ഒരു അവസ്ഥയിലേക്ക് എത്തി. അങ്ങനെ ഒരു ദിവസം മരിക്കാമെന്ന് തീരുമാനിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ മക്കൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. വൈഫിനോ എല്ലാവരും കുറിച്ച് അങ്ങനെ ഒരു ചിന്തയില്ല. വീട്ടിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ സൂര്യനെല്ലിൽ നമ്മുടെ ഒരു കടയിൽ മദ്യമുണ്ട്, അവിടെ പോയി ഫുൾ മദ്യം കഴിച്ചിട്ട് ഇങ്ങനെ മരിക്കണമെന്ന് ഓർത്ത് ഇങ്ങനെ എനിക്ക് ഒരു ഐഡിയ കിട്ടുന്നില്ല, എങ്ങനെ മരിക്കണം എന്നുള്ളൊരു ഐഡിയ കിട്ടുന്നില്ല. അങ്ങനെ വരുന്ന സമയത്ത് സജിച്ചേട്ടൻ പറഞ്ഞു, ഇപ്പോഴും പുള്ളി സൂര്യനെല്ലിൽ ചിന്നക്കാലിൽ റേഷൻ കടയുണ്ട് ആള്. ഈ സജിച്ചേട്ടൻ വണ്ടിയിൽ വന്നിട്ട് നിർത്തിയിട്ട് എന്തുണ്ട് രാഷ്ട്രീയം എന്നൊക്കെ പറയും. അപ്പോൾ അവരൊരു എസ്റ്റേറ്റിൽ മാനേജറായിട്ട് നോക്കുന്നുണ്ട്. അവിടുത്തെ എർത്ത് വർക്കൊക്കെ നമ്മളാണ് ചെയ്യണം. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇങ്ങനെ മരിക്കാൻ പോവാം, കരയുകയാണ്, റോട്ടിൽ നിന്ന് കരയുക. എന്താന്ന് ചോദിച്ചപ്പോൾ അവനിങ്ങനെ മരിക്കാൻ പോവാന്ന് പറഞ്ഞ് പുള്ളി എന്നെ വിട്ടില്ല. വിളിച്ച് എന്നെ വീട്ടിൽ കൊണ്ടുവന്ന് വൈഫിൻ്റെ അടുത്ത് വിട്ട് രാഷ്ട്രീയം എവിടെയെങ്കിലും ധ്യാനത്തിന് വിടണമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ആൾ തലയിൽ കൈവച്ച് എന്നെ പ്രാർത്ഥിച്ച് വിട്ടിട്ട് പോയി. ഇവള് എന്നെ ഒരുപാട് ആശ്വസിപ്പിക്കുക, ഇതൊക്കെ മാറും, പ്രശ്നങ്ങൾ തീരും. പിന്നെ ഞാൻ ഇറങ്ങിയിട്ട് ആൾക്കാരുടെ അടുത്ത് 500 രൂപ മേടിക്കും, 1000 രൂപ മേടിക്കും, കള്ളു കുടിക്കും, ഒരു ഓട്ടോ വിളിച്ചൊരു ബൈക്ക് കൊടുത്തു. ഇതെല്ലാം വിറ്റു. ലാസ്റ്റ് ജീപ്പ്, കാറുണ്ടായിരുന്നു, എല്ലാം കൊടുത്തു. ഒരു ബൈക്ക് ഉണ്ടായിരുന്നു. ബൈക്ക് കൊടുക്കണൊക്കെ ഞാൻ എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എടാ വീട്ടിൽ വന്നിട്ട് ബൈക്ക് ചെറിയൊരു കംപ്ലൈൻറ്റാന്ന് പറഞ്ഞ് നിങ്ങൾ നന്നാക്കാൻ കൊണ്ടുപോകാന്ന് പറഞ്ഞ് കൊണ്ടുപോക്കോളാന്ന് പറഞ്ഞ് അങ്ങനെ കൊടുത്തു. അങ്ങനെയും കടങ്ങൾ തീരുന്നില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ ടൗണിലേക്കൊക്കെ നടന്നു പോയി കഴിഞ്ഞാൽ ഒരു 4 പേര് നിന്ന് സംസാരിച്ചാൽ എനിക്ക് തോന്നുന്നു നമ്മളെക്കുറിച്ചാണ്, അങ്ങനത്തെ ഒരു മൈൻഡിലേക്ക് വന്നു. വണ്ടിയെ കയറാനൊക്കെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് താമസം കാണുള്ളൂ. ഈ ഒരു 8 വർഷമായിട്ട് ഡ്രൈവറും വെച്ച് വണ്ടിയും വെച്ച് നടന്ന ആളാണ്. എന്തോ 1 മണിക്കൂർ നിൽക്കണ പോലെ, 2 മണിക്കൂർ നിൽക്കണ പോലെ ഫീൽ. മനസ്സ് മൊത്തം തകർന്നു, ജീവിക്കാൻ ഒട്ടും താല്പര്യമില്ല. അങ്ങനെ പിന്നെയും ഡിവൈനിലേക്ക് വീണ്ടും നിങ്ങൾ ഒരുമിച്ചാണോ വരുന്നത്? ആ സമയം ഞാൻ തനിച്ചാണ്. എന്നെ ഇവിടെ കൊണ്ടുവന്ന് വിടുവായത്. അപ്പോൾ ഈ അവസ്ഥയിൽ വന്ന് ഇരുന്നാലും ധ്യാനം ശ്രദ്ധിക്കാനോ അങ്ങനെയൊന്നും ഒരു മൈൻഡില്ല. നമ്മുടെ മൈൻഡിൽ മൊത്തം നെഗറ്റീവാണ് കയറി കിടക്കണത്. എങ്ങനെയെങ്കിലും ഒന്ന് ജീവിതം അവസാനിപ്പിക്കണം എന്നുള്ള ചിന്തയുള്ളൂ. എന്ന് പറഞ്ഞാൽ അതുപോലെയാണ് ജീവിതം പോയ പോക്ക്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും വലിയ രീതിക്ക് പോയിട്ട് പിന്നെ വട്ടപൂജയായി ഒന്നുമില്ലാത്ത അവസ്ഥയിലേക്കായി. അപ്പോൾ ഈ തയ്യൽ ജോലി എല്ലാം ഉണ്ടെന്ന് പറഞ്ഞാൽ ഈ ഫീൽഡ് തുടങ്ങി കഴിഞ്ഞപ്പോൾ ഇതിൽ ഭയങ്കര വരുമാനം വന്നു കഴിഞ്ഞപ്പോൾ ഈ തയ്യൽ ജോലി വേണ്ടെന്ന് വെച്ചു. എല്ലാം മെഷീനും എല്ലാം വിറ്റ് എല്ലാം കൊടുത്തു, ഒന്നുമില്ല. പിന്നെ നമുക്ക് ഒരു മാർഗവും വേറെ ഒരു വരുമാനം ഇല്ലാത്ത അവസ്ഥയിലേക്കായി. വീട്ടിലേക്ക് അരി മേടിക്കണമെങ്കിൽ പോലും നമ്മൾ ഏതെങ്കിലും 2 കിലോ 3 കിലോ അരി മേടിക്കാൻ പാകത്തിനുള്ള അവസ്ഥയിലേക്ക് എത്തി. അങ്ങനെ എത്തി. പിള്ളേരെ സ്കൂൾ ഫീസ് അടയ്ക്കാൻ പറ്റുന്നില്ല, പിള്ളേരെ സ്കൂളിൽ നിന്ന് ഇറക്കി നിർത്തുക, അങ്ങനെയൊക്കെ കുറേ പ്രശ്നങ്ങളായി മാറി. കടബാധ്യത ഒരുപാട് കടബാധ്യതയായി. കടബാധ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലക്ഷങ്ങൾ കടബാധ്യതയായി. ആദ്യം തന്നെ ഡിഫൈൻ വന്നപ്പോൾ വണ്ടികളൊക്കെ വിറ്റു, എല്ലാം കൊടുത്തു, എല്ലാം കൊടുത്തു. ഈ ഹിറ്റാച്ചി JCB കൂടുതൽ നമ്മൾ വാടകയ്ക്കാണ് കൊണ്ടുവന്നിരുന്നത്, തമിഴ്നാട്ടിൽ നിന്ന് വാടകയ്ക്കാണ് കൊണ്ടുവന്നിരുന്നത്. നമുക്കൊരു ടിപ്പർ സ്വന്തമായിട്ടുണ്ടായിരുന്നു, ജീപ്പ്, ഒരു കാർ, ബൈക്ക്, ഇതെല്ലാം കംപ്ലീറ്റ് കൊടുത്തു. കുറച്ച് സ്ഥലം മേടിച്ചിട്ടായിരുന്നു, ഒരു വീടും വയ്ക്കാൻ വേണ്ടി ഒരു സ്ഥലവും പിന്നെ ഒരു ചെറിയൊരു വീടോട് കൂടി അതെല്ലാം കൊടുത്തു. അങ്ങനെ എല്ലാം തീർന്നു, ഒന്നുമില്ലാത്ത അവസ്ഥയിലേക്ക് എത്തിയപ്പോഴാണ് ഈ ആത്മഹത്യ ചെയ്യണമെന്നുള്ള ചിന്തയിലേക്ക് വന്നത്. അങ്ങനെ പിന്നെ ഡിവൈനിലേക്ക് വന്നു. ഡിവൈനിൽ വന്നിരിക്കുമ്പം ഇങ്ങനെ ധ്യാനം കൂടിയാലും മനസ്സ് അങ്ങോട്ട് അതിലേക്ക് അങ്ങോട്ട് പൊരുത്തപ്പെട്ട് പോകുന്നില്ല.
അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നമ്മുടെ തടത്തിലച്ഛൻ വന്നിട്ട് അബ്രഹാമിനെ കുറിച്ചൊരു മെസ്സേജ് കൊടുക്കുക. ഓക്കെ അപ്പോൾ മകനെ ബലി കൊടുക്കാൻ വേണ്ടി ആ മല കയറി പോണ ഒരു സീൻ ഇങ്ങനെ പറയാം. ഓക്കെ അവിടെ ദൈവം ചോദിച്ച ചോദ്യം ഇതേ ഉള്ളൂ, നിനക്ക് തന്നവനാണ് വലുത് ഇല്ല കിട്ടിയതാണ് വലുതെന്നൊരു ചോദ്യമാണ് അബ്രഹാമിൻ്റെ അടുത്ത് ദൈവം വച്ചത്. ഓക്കെ ഈ ഒരു പോയിന്റ് എൻ്റെ മനസ്സിൽ കയറി. അപ്പോൾ എനിക്ക് തോന്നി ദൈവം തന്നത് നമ്മൾ വലിയതായി കണ്ടു, ഓക്കെ തന്നവനെ നമ്മൾ വലിയതായി കണ്ടില്ല. കണ്ടിട്ടില്ല. അതാണ് നമ്മുടെ ജീവിതത്തിന്റെ പരാജയം എന്നുള്ളത്. ഓക്കെ അതിന്റെ അടുത്ത ക്ലാസ് വന്നിട്ട് പണിക്കലച്ചനെ എടുക്കണം. ഓക്കെ പണിക്കലച്ചൻ ഈ ധൂർത്തപുത്രന്റെ ഉപമ എടുത്ത് ക്ലാസ് കൊടുത്തു. ഓക്കെ അപ്പോൾ ഈ ധൂർത്തപുത്രൻ അവിടെ നിന്ന് എണിച്ച് പന്നിക്കുട്ടിൽ നിന്ന് എണിച്ച് അപ്പൻ്റെ അടുത്ത് തിരിച്ചു വരുന്ന ആ സീൻ അങ്ങനെ പറയുമ്പോൾ ഞാൻ മനസ്സിൽ പറഞ്ഞു, എൻ്റെ ദൈവമേ, നീ തന്നത് എല്ലാം നഷ്ടപ്പെടുത്തിയിട്ട് ഞാൻ വട്ടപൂജയായിട്ട് ഇവിടെ വന്ന് നിൽക്കുക. ഓക്കെ ഇനി ഒരു ജീവിതം കൂടി എനിക്ക് തരണം, നല്ല രീതിക്ക് ജീവിക്കുന്നുള്ളൊരു തീരുമാനം ആ ക്ലാസ്സിൽ അങ്ങനെ എടുക്കുക. എടുത്ത് നല്ലൊരു കുമ്പസാരം നടത്തി. ആ കുമ്പസാരം കഴിഞ്ഞിട്ട് ഞാൻ വന്ന് കുർബാന സ്വീകരിച്ച് കഴിഞ്ഞപ്പോഴുണ്ടല്ലോ വെച്ചാൽ എനിക്ക് ഒരു കാട്ടുപോത്തിൻ്റെ ബലം കിട്ടി. അതുവരെ എൻ്റെ മനസ്സ് തളർന്നു കിടന്ന മനസ്സ് ധൈര്യം പ്രത്യാശ ഭയങ്കര ധൈര്യം കിട്ടി. നമ്മൾ ജീവിതത്തിൽ രക്ഷപ്പെടും, വലിയ ആളാകും എന്നുള്ള ഭയങ്കര ബോധ്യം കിട്ടി. ആ ബോധ്യത്തോടു കൂടിയ കൗൺസിലിങ്ങിന് പോണത്. ആ സമയത്ത് കൗൺസിലിങ്ങിന് പോയി കഴിഞ്ഞപ്പം ഈ കൗൺസിലിംഗ് എടുത്ത ബ്രദർ എൻ്റെ കഥയൊക്കെ കേട്ടിട്ട് പറയാ, ദൈവം നിൻ്റെ കയ്യിലൊരു വലിയ പൊൻകുടം തന്നു, നീ അത് നിലത്തിട്ട് പൊട്ടിച്ചു, ഇനി അതുപോലെ ഒരു ഇത് നിനക്ക് കിട്ടൂല എന്ന് പറഞ്ഞു. ഓക്കെ എൻ്റെ ഉള്ളിൽ പറയാ, ദൈവം എന്നെ ഉയർത്തുന്നുള്ള ഭയങ്കര വിശ്വാസം എനിക്കുണ്ട്. അപ്പം അങ്ങനെ ഒരു സംഭവം നടന്നു. ഞാൻ നാട്ടിലേക്ക് തിരിച്ചു പോകുമ്പോൾ ഭയങ്കര പവറായിട്ടാണ് പോണത്, നമ്മൾ ജീവിതത്തിൽ വലിയ ആളാകും. ഈ ചിന്തയോടുകൂടിയാണ് നാട്ടിൽ പോണത്. ചെന്നു ഇവിടെ വന്നപ്പോൾ താടിയൊക്കെ വെച്ച് ഒരു പ്രത്യേക രീതിയിലായിരുന്നു. ഞാൻ വന്ന് ഷേവൊക്കെ ചെയ്തു, നല്ല ഡ്രസ്സ് എടുത്തിട്ടു, നേരെ ടൗണിലേക്ക് തന്നെ പോയി, പൂപ്പാറയ്ക്ക് പോയി. സൂര്യനെഴുതി പൂപ്പാറ വന്ന് എന്ത് ചെയ്യാൻ ഇങ്ങനെ ആലോചിച്ച് കഴിഞ്ഞപ്പം തയ്യക്കട തന്നെ തുടങ്ങാം, വേറെ ഒന്നുമില്ല, പഴയ പണിയിലേക്ക് തന്നെ വരാം. അങ്ങനെ തയ്യക്കട തുടങ്ങാൻ എല്ലാം ഏർപ്പാട് ചെയ്തു. മെഷീൻ മേടിക്കാൻ പൈസയില്ല. അപ്പോൾ അവിടെ ഈ ചാലക്കുടിക്കാരൻ്റെ ജോയിച്ചേട്ടൻ അവിടെ ഒരു ഹോട്ടലുണ്ട്, ജോയിൽ ഹോട്ടൽ എന്ന് പറഞ്ഞ്. അപ്പോൾ ജോയിച്ചേട്ടൻ എനിക്ക് ഒരു 7 രൂപ പലിശയ്ക്ക് വേറെ ഒരാളുടെ അടുത്ത് നിന്ന് 30,000 രൂപ മേടിച്ചു തരുക. ഈ 30,000 രൂപ കൊണ്ട് ഞാൻ ആ 30,000 രൂപ മേടിക്കാൻ പോയപ്പോൾ പോലും എൻ്റെ ചെക്ക് കൊടുത്തപ്പോൾ അയാൾ പറഞ്ഞു, ഇവൻ്റെ ചെക്ക് വേണ്ട, ജോയിച്ചേട്ടൻ്റെ ചെക്ക് നാളെ തന്നാൽ മതി എന്ന് പറഞ്ഞു. അത്രയ്ക്കും നമ്മുടെ ടൗണിൽ നമ്മൾ വട്ടപൂജയായിപ്പോയി. അങ്ങനെ തിരിച്ചു വന്നു, മെഷീനൊക്കെ മേടിച്ച് തയ്യക്കട തുടങ്ങി. തയ്യക്കട തുടങ്ങി കഴിഞ്ഞപ്പം അവിടെ നേരെ ഓപ്പോസിറ്റ് ഒരു ഫ്രൂട്ട്സ് കട ഉണ്ടായിരുന്നു, നമ്മുടെ ഒരു സലാമിക്ക എന്ന് പറഞ്ഞ്. ഞാൻ അവിടെ പോയി കാറ് നിർത്തി കഴിഞ്ഞാൽ ഇക്ക എനിക്ക് 1,500 2,000 രൂപയുടെ ഫ്രൂട്ട്സ് വണ്ടിയിൽ കൊണ്ടുവന്ന് വെച്ച് തരും, ഞാൻ കാശ് കൊടുക്കും. അങ്ങനെയായിരുന്നു. ലാസ്റ്റ് ഞാനൊരു ദിവസം ഒരു 150 രൂപയ്ക്ക് ഫ്രൂട്ട്സ് മേടിച്ചുകൊണ്ട് പോയിട്ട് വീട്ടിൽ നോക്കിയപ്പോൾ 2 ദിവസം കഴിഞ്ഞിട്ട് അത് കിടക്കുക. നമ്മളിത് എന്തിനാ ഇത്ര മേടിച്ചതെന്ന് പോലും ചിന്തിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ ഇക്ക എന്നോടൊന്ന് പറയാം, എടാ നിൻ്റെ കടയിൽ ഉദ്ഘാടനം കൂടിയിട്ട് ഒരുത്തം വന്ന് പറഞ്ഞത്, ഇവൻ എന്ത് കളിയാണ് കളിച്ചത്, ഇപ്പോൾ പഴയ പണിക്ക് വന്നില്ലെന്ന് പറഞ്ഞു, നിൻ്റെ ഉദ്ഘാടനത്തിൻ്റെ മുട്ടായി അവൻ്റെ വായി കിടപ്പുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു അത് തുപ്പിക്കറിഞ്ഞിട്ട് പറയാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു ആരും എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, ഞാൻ എൻ്റെ മക്കൾക്ക് അരി മേടിക്കാൻ വേണ്ടി എനിക്ക് അറിഞ്ഞ പണി ഞാൻ ചെയ്യാൻ തീരുമാനിച്ചേക്കുക, ഇതിൽ എനിക്ക് ഒരു സങ്കടവും ഇല്ലയെന്ന്. ഞാനപ്പോൾ ഞാൻ ദൈവത്തോട് ചോദിച്ചു, എന്തിനാണ് വീണ് പോയത്, ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചിട്ട് എന്താ വീണ് പോയത്. അപ്പം തമ്പുരാൻ എനിക്ക് കാണിച്ചെന്ന ഒരു സ്വപ്നത്തിൽ കാണിച്ചെന്ന് ഇങ്ങനെയാണ്, ഒരു 3 കല്ലെടുത്ത് വെച്ചിട്ട് അതിൽ ഉണങ്ങിയ വിറക് ഒരു 10 വിറക് ഇട്ട് ഇങ്ങനെ കത്തിക്കുക, അതിലൊരു പകുതി പച്ചവിറക് ഒരെണ്ണം കൊണ്ട് നിടുമ്പോൾ അതും കത്തുന്നുണ്ട്. അപ്പോൾ തമ്പുരാൻ പറഞ്ഞു, നീ ഒരു പ്രാർത്ഥന കൂട്ടായ്മ ഇല്ലാത്തതുകൊണ്ടാണ് വീണ് പോയത്, നിനക്കൊരു പ്രാർത്ഥന കൂട്ടായ്മ വേണം എന്ന് ആ ഒരു മെസ്സേജ് കിട്ടി. അങ്ങനെ ഞാൻ പ്രാർത്ഥന കൂട്ടായ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു 2 വർഷം കഴിഞ്ഞപ്പം ഇമ്മാനുവേൽ പ്രെയർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞ് ഒരു പ്രാർത്ഥന കൂട്ടായ്മ ഞങ്ങളുടെ ഇടവകയിൽ തന്നെ രൂപപ്പെട്ടു. അതിൻ്റെ ലീഡറായിട്ട് ഇപ്പോൾ ഒരു 16 വർഷമായിട്ട് ഞാനാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഈ കൂട്ടായ്മയായിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ ഈ തയ്യക്കടയിലിരിക്കുക, തയ്യക്കടയിൽ ഭയങ്കര ഈ പൈസ കൊടുക്കാനുള്ളവർ കുറച്ച് പേര് ഒന്ന് പ്രശ്നം ഉണ്ടാക്കും. ഞാൻ നല്ല പ്രാർത്ഥനയിലാണ്, എന്നാലും 20 ലക്ഷം രൂപ ഒരു പയ്യനെ പണിക്ക് വെച്ചു. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ദിവസം എൻ്റെ മനസ്സിൽ തോന്നി, ഒരു ചില്ലറക്കടകൾ തീർക്കാൻ വേണ്ടി ദൈവം ഒരു വഴി കാണിച്ചു തരണം എന്ന് പറഞ്ഞാൽ എനിക്ക് ഈ ഉപവാസത്തിൽ വിശ്വാസമുള്ള 2 ദിവസം ഉപവസിച്ചു, വെള്ളം പോലും കുടിക്കാണ്ട്. 2ാമത്തെ ദിവസം ഈ ജോയിൽ ഹോട്ടലിൽ എൻ്റെ ഒരു കൂട്ടുകാരൻ വന്നിരിക്കുക. എന്നെ ഇങ്ങനെ സംസാരിക്കുക, അത്യാവശ്യം നീ പിടിച്ചേക്കണമെങ്കിൽ എത്ര രൂപ പിടിച്ചേക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞാൽ അത് കുറച്ച് കൂടുതൽ പൈസ ഉണ്ട്, ടൗണിൽ പിടിച്ചേക്കണമെങ്കിൽ എനിക്ക് കുറച്ച് പൈസ ഉണ്ടെങ്കിൽ പിടിച്ചേക്കാം. അന്നൊരു പൈസയുടെ കാര്യങ്ങൾ ഇങ്ങനെ സംസാരിച്ചു. പുള്ളി നാളെ രാവിലെ എന്നെ ഒന്ന് വിളിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ
പുള്ളി വിളിച്ചു, എടാ ഒരു 3 മണിക്ക് വരിക, നീ ഒരു അത്യാവശ്യം കൊടുക്കാനുള്ളവർക്ക് പറഞ്ഞു വെച്ചാൽ കൊടുത്താൽ. ഞാനപ്പോൾ ഒരാൾക്ക് ഒരു 30,000 രൂപ പുള്ളിക്ക് കൊടുത്തേക്കാം, എന്നാലും ഒരു 50 രൂപ തരും എന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. അപ്പോൾ ഈ പുള്ളി പടയാട്ടി വർഗീസ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു കൂട്ടുകാരനാണ്. പുള്ളി എന്നെ ഒരുപാട് സഹായിച്ച മനുഷ്യനാണ്. പിള്ളേർ സ്കൂൾ ഫീസ് അടയ്ക്കാൻ ആ സമയത്ത് എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്ത ആളാണ്. ദൈവം തന്ന നമ്മൾ ആ സമയത്ത് ദൈവം തന്ന ഒരു മനുഷ്യനാണ്. അപ്പോൾ എൻ്റെ അടുത്ത് വന്നിട്ട് കടയുടെ പുറകെ വിളിച്ചുകൊണ്ട് പോയി എൻ്റെ കെട്ട് കണക്കിൽ കയ്യിൽ കാശ് എടുത്ത് തരുക, കുറച്ച് പൈസ നീ കടമൊക്കെ അടയ്ക്ക്. ഞാനിത് കൈ മേടിച്ച് കഴിഞ്ഞപ്പോൾ കരഞ്ഞു പോയി. അപ്പോൾ കരയണ കണ്ടിട്ട് എന്നോട് എന്താ കരയണമെന്ന് ചോദിച്ചു. ഞാൻ 2 ദിവസമായിട്ടാണ് ഉപവാസമായിരുന്നു ഈ പൈസയ്ക്ക് വേണ്ടി. അപ്പോൾ എന്നോട് പറഞ്ഞു, എടാ എൻ്റെ കയ്യിൽ എന്തോരം ഉണ്ടെങ്കിൽ തരാൻ ഒരു മനസ്സ് വേണ്ടേ, നിൻ്റെ പ്രാർത്ഥനയായിരിക്കും എൻ്റെ മനസ്സിൽ അങ്ങനെ തോന്നിപ്പിച്ചത്, നീ ഇത് എന്ന് തരാൻ പറ്റുമോ നീ തന്നില്ലെങ്കിൽ കുഴപ്പമില്ലെന്ന് പറഞ്ഞു. എനിക്ക് ആ മനുഷ്യനെ രണ്ടാമത് സഹായിക്കാനൊക്കെ പറ്റി. ദൈവം എനിക്ക് അങ്ങനെ ഒരു കൃപ തന്നു. എത്ര പേരുണ്ട് കടയിൽ? കടയിൽ ഇപ്പോൾ ഒരു 8-9 പേരുണ്ട്. 8-9 പേര്. അതെ. ഇപ്പോൾ പ്രധാനപ്പെട്ട വരുമാന മാർഗം കടയാണല്ലേ. ഇപ്പം ഈ ധ്യാനത്തിലേക്ക് അല്ലെങ്കിൽ ധ്യാനത്തിലൂടെ തീരുമാനമെടുത്ത് ഇനി മദ്യപാനം ഇല്ല, വീണ്ടും തിരിച്ചൊരു ജീവിതം, ഇത് ആഗ്രഹിച്ച് ഈ മദ്യപാനം നിർത്തിയിട്ട് ഇപ്പം എത്ര വർഷമായി? ഒരു 16 വർഷമായി. 16 വർഷമായിട്ട് മദ്യം തൊട്ടിട്ടില്ല. ഇല്ല. അപ്പൊ ആ എടുത്ത തീരുമാനത്തിനൊരു ശക്തിയുണ്ട്. അതെ. ഇപ്പൊ പ്രാർത്ഥനാ കൂട്ടായ്മയുണ്ട്. ഉണ്ട്. സ്ഥിരമായിട്ട് എല്ലാ ആഴ്ചയിലും ഒരുമിച്ച് കൂടുന്നോ? ഒരുമിച്ച് കൂടി പ്രാർത്ഥനയായിട്ട് പോകുന്നു. ശുശ്രൂഷകൾക്ക് എവിടെയെങ്കിലും ഒക്കെ പോകുന്നുണ്ടോ? ഞാനിവിടെ ഡിവൈനില് തമിഴ് സെക്ഷനില് തിങ്കളും ചൊവ്വയും ഉണ്ട്. തമിഴില് സാക്ഷ്യം പറയുന്നുണ്ട്. തിങ്കളാഴ്ച ക്ലാസ് എടുക്കും. ഓക്കെ. ചൊവ്വാഴ്ച കൗൺസിലിങ്ങിന് ഇരിക്കും. ഓക്കെ. പിന്നെ DADC സെന്ററിൽ പോകും ക്ലാസ് എടുക്കാൻ. പിന്നെ എനിക്ക് സിജോ അച്ഛൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു, അച്ഛാ എനിക്ക് മലയാള സെക്ഷനിൽ എനിക്കൊന്ന് സാക്ഷ്യം പറയുന്ന ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞു. അച്ഛനുണ്ടായിരുന്നു. മലയാളത്തിൽ സാക്ഷ്യം ഒരു 4 തവണ സാക്ഷ്യം പറഞ്ഞു അവിടെ. ഇപ്പൊ 16 വർഷമായിട്ട് ശാന്തമായി സമാധാനമായി സന്തോഷമായിട്ട് പോകുന്നുണ്ട്. മദ്യപാനം കാര്യങ്ങളൊന്നും ഇല്ല. ഭാര്യയും മക്കളും ഒക്കെ ആയിട്ട് സന്തോഷമായിട്ട് മകള് കന്യാസ്ത്രീ ആകുന്നു. ഒരു ജീവിതത്തിന്റെ വേറൊരു തലത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുക അല്ലെ. ഞാനിതില് ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്നത് ശാന്ത ചേച്ചിയെ കുറിച്ചാണ്. കടന്നുപോയ ജീവിതത്തിന്റെ ഇപ്പൊ ഇരിക്കുമ്പോ ചിരി വരുന്നുണ്ടെങ്കിലും അന്ന് കടന്നുപോയ വേദനകള്, ഒറ്റപ്പെടൽ ശരിക്കും ഉണ്ടായിട്ടുണ്ട്. പ്രിയമുള്ളവരെ, നമ്മൾ ഈ രാജേഷിൻ്റെയും ശാന്തയുടെയും ഒരു ജീവിത കഥ ഇതിങ്ങനെ പറഞ്ഞു പോയാൽ ഒരുപാട് പറയാനുണ്ട് അവരുടെ അനുഭവങ്ങൾ. പക്ഷെ ഞാനതിനൊന്ന് ചുരുക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ഉയർച്ചകളും താഴ്ചകളും ഒക്കെ കണ്ടൊരു കുടുംബം ഇന്നത്തെ കാലത്തും ഒരു വലിയൊരു പഠന വിഷയമാട്ടോ ഈ ജീവിതം എന്ന് പറഞ്ഞാൽ. കാരണം നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഈ കാലത്തെ തലമുറയോട് പറയാനായിട്ട്, ഈ കുടുംബത്തോട് പേരൻസിനോടൊക്കെ കാര്യങ്ങൾ ചോദിച്ചറിയാതെ ഒരു പ്രണയത്തിൻ്റെ ഇതിൽ ഇറങ്ങിത്തിരിക്കുന്നത് നല്ലതായിട്ട് തോന്നുന്നുണ്ടോ? ഒരിക്കലും നല്ലതല്ല. അല്ല, അങ്ങനെ തന്നെ നിങ്ങൾക്ക് രണ്ടുപേർക്കും പറയാനുള്ളത്. അങ്ങനെ എന്ത് ചെയ്താൽ രക്ഷപ്പെടാൻ പറ്റുന്നില്ല. തീർച്ചയായിട്ടും ഇപ്പം ഇവരെത്തിയിരിക്കുന്ന പ്രിയമുള്ളവരെ, ഇവരെത്തിയിരിക്കുന്ന ജീവിതത്തിൻ്റെ നല്ലൊരു അവസ്ഥയിൽ ഇപ്പോൾ എത്തിയിരിക്കുന്നത് ദൈവം വഴി നടത്തി കൊണ്ടുവന്നതാണ്. ഇവർക്ക് പുതിയ തലമുറയോട് പറയാനുള്ളത്, ഈ കാലഘട്ടത്തിൽ ഒരുപാട് പേരുണ്ട് പേരൻസിൻ്റെ അല്ലെങ്കിൽ അനുഭവമുള്ളവരുടെ ഒന്നും അഭിപ്രായമോ അവരുടെ താല്പര്യങ്ങളൊന്നും പരിഗണിക്കാതെ എൻ്റെ ജീവിതമല്ലേ എൻ്റെ താല്പര്യം എന്നൊക്കെ പറഞ്ഞ് ഇട്ടിറങ്ങി പോകുന്നത്. ഓർക്കുക, കുഴപ്പമില്ലാണ്ട് ചിലപ്പോൾ കുറേ നാളൊക്കെ പോകുമായിരിക്കും. മനുഷ്യൻ്റെ ജീവിതം എന്നും ഒരേപോലെ വിജയകരമായിട്ട് പോകുന്നതല്ലല്ലോ. ജീവിതത്തിൽ ഉയർച്ചകളും താഴ്ചകളും ഒക്കെ ഉണ്ടാകും. അപ്പോൾ കൂടെ നിൽക്കാൻ നമ്മുടെ കൂടപ്പിറപ്പും നമ്മുടെ മാതാപിതാക്കളും മാത്രമേ ഉള്ളൂ. വേറെ ആർക്കും നമ്മളെ മനസ്സിലാവില്ല. എനിക്കതിൽ ഏറ്റവും സങ്കടം തോന്നിയത്, ഞാൻ ആദ്യത്തെ ഭാഗമൊക്കെ കണ്ടുവന്നപ്പോൾ ഇച്ചിരി തമാശയായിട്ടൊക്കെ തന്നെ ഞാൻ ഇരുന്ന് പോകുന്നത്. പക്ഷെ എൻ്റെ ഉള്ളിൽ അസ്വസ്ഥത ഉണ്ടാക്കിയൊരു ചിന്ത, നിങ്ങൾ കർണാടകത്തിൽ വീട്ടിൽ ചെല്ലുന്നൊരു സീൻ, അവിടെ ചെന്ന് കഴിയുമ്പോഴാണ് അപ്പൻ മരിച്ചത് അറിയണത്. ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം അപ്പൻ എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ ഏറ്റവും ചേർത്ത് പിടിക്കുന്നതാണ്. വീട് വിട്ടിറങ്ങിപ്പോകുന്ന പിന്നെ അപ്പനെ കാണാൻ പറ്റിയില്ല നമുക്കറിയാം. ഒരു പക്ഷേ ഇന്നും നമ്മുടെ മനസ്സിലൊരു വലിയ സങ്കടത്തിൻ്റെ വിഷയം അത്. ഇതൊക്കെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. ഒരു പക്ഷേ നമുക്കങ്ങനെ ഒരു ദൈവത്തിലേക്ക് തിരിയാൻ വീണ്ടും ഒരു താല്പര്യമൊക്കെ തോന്നിയത് കൊണ്ട് തിരിഞ്ഞു. ദൈവം നമ്മളെ വഴി നടത്തി ഇപ്പം നല്ല നിലയിൽ നമുക്ക് എത്താൻ പറ്റി. 10-16 വർഷമായിട്ട് ഈ ദുശീലങ്ങളൊന്നുമില്ല. അധ്വാനിക്കുന്നു, കുടുംബത്തിന് വരുമാനം കണ്ടെത്തുന്നു. ആ രീതിയിൽ മനോഹരമായിട്ട് ജീവിതം മുന്നോട്ട് പോവുക. അതിന് ബലം നൽകാനായിട്ട് പ്രാർത്ഥനാ കൂട്ടായ്മ, ആത്മീയ നവീകരണങ്ങളൊക്കെ ആയിട്ട്. പക്ഷേ എല്ലാവരുടെയും ലൈഫ് ഇങ്ങനെ എത്തണം എന്നില്ല. നിങ്ങളിപ്പോൾ ഈ എപ്പിസോഡിൽ ഇവിടെ ഇരുത്തിയിട്ട് സംസാരിക്കുമ്പോൾ നിങ്ങൾ ജീവിതത്തിൻ്റെ ഈ കണ്ണീർ കായങ്ങളിൽ വീണു പോയിട്ടും ദൈവം വളരെ രക്ഷപ്പെടുത്തി നിങ്ങളെ കൊണ്ടുവന്ന് നിർത്തിയ ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. പക്ഷെ എല്ലാവർക്കും ഇങ്ങനെ ദൈവത്തിലേക്ക് വരണമെന്നൊരു പക്ഷെ തോന്നണമെന്നൊന്നുമില്ല. ആ സമയത്ത് ആ വഴി പോയി ആത്മഹത്യ ചെയ്യുന്നവരുണ്ട്, ആ വഴി ജീവിതം നശിച്ചു പോയവരുണ്ട്.
അതിൻ്റെ ചുവട് പിടിച്ച മക്കൾ. ഞാൻ പറഞ്ഞൊരു പോയിൻ്റൊക്കെ ഞാൻ എൻ്റെ മനസ്സിൽ നോട്ട് ചെയ്തിരിക്കുന്നത്, ഡിവൈനിൽ വരുന്നു, ധ്യാനം കൂടുന്നു, വെള്ളം അടിക്കുന്നു, ഇങ്ങനെ പോകുന്നു, നമുക്ക് വ്യത്യാസമൊന്നുമില്ല. പക്ഷെ നന്മ ഉണ്ടായത് പിള്ളേർക്കാന്ന് പറഞ്ഞൊരു പോയിൻ്റുണ്ട്. അതുകൊണ്ട് ഒരു പക്ഷേ ആ പിള്ളേർക്ക് അതിൻ്റെ ഒരു അനുഗ്രഹം കിട്ടിയിട്ടുണ്ട്. അതല്ലെങ്കിൽ അപ്പൻ ഇങ്ങനെ പോയി, കുടുംബം ഇങ്ങനത്തെ ഒരു അവസ്ഥയിലെത്തി, ആ മക്കൾ വഴുത്തിട്ട് പോയി നമുക്കൊന്നും പറയാനില്ല. കാരണം അങ്ങനത്തെ ഒരുപാട് കുടുംബങ്ങളുണ്ട്. ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് ചിന്തിക്കാവുന്ന ഒരു കാര്യമാണ്. നമുക്ക് പ്രത്യേകിച്ച് യുവതലമുറയോട് പറഞ്ഞു കൊടുക്കേണ്ട ഒരു കാര്യമാണ്, അപ്പൻ്റെ അമ്മയുടെ അനുഗ്രഹം, അവരുടെ സമ്മതം, ഇതൊക്കെ ഒരു വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ആവശ്യമാണ്. രണ്ടാമത്തെ ഒരു കാര്യം, ചെറുപ്പക്കാരും മക്കളോടൊക്കെ വളർന്നു വരുമ്പോൾ, കുഞ്ഞുങ്ങൾ വളർന്നു വരുമ്പോൾ തന്നെ പറഞ്ഞു കൊടുക്കണം മദ്യപാനം, അതിൻ്റെ ദൂഷ്യഫലങ്ങളൊക്കെ. ചെറുക്കം വലുതായിട്ട് മദ്യപാനം തുടങ്ങിക്കഴിഞ്ഞിട്ട് കൂടി നിർത്തുക എന്നല്ല പറയേണ്ടത്. പിന്നെയോ അവനൊരു ടീനേജ് കഴിഞ്ഞ് വരുമ്പോൾ ആ പ്രായത്തിലൊക്കെ അവർ പറഞ്ഞു കൊടുക്കണം, എടാ ഇങ്ങനെ പോകരുത്, തകർന്ന ജീവിതങ്ങൾ ഇഷ്ടം പോലെ. അവരെ പറഞ്ഞ് ചേർത്ത് പിടിച്ച് സ്നേഹിച്ച് കൊണ്ടുവരാൻ പറ്റണം. കാരണം അതിലേക്ക് പോയാലും തകർച്ചയാണ്. മൂന്നാമത്തെ ഒരു കാര്യം, സമ്പത്തിന് വേണ്ടിയിട്ടുള്ള ആർത്തി, അത് നമുക്ക് നിർത്താൻ പറയുള്ളവരെ. എനിക്ക് തോന്നുന്നു നിങ്ങൾ ആ JCBയും ഹിറ്റാച്ചിയൊക്കെ ഓടിച്ചതിനേക്കാളും നല്ലത് ഈ തയ്യൽക്കടയായിട്ട് പോവുക അല്ലേ? അതിലായിരിക്കും സമാധാനം, സന്തോഷമുള്ളത്. ഇനി മറ്റത് വന്നാലും മേടിക്കാതിരിക്കാൻ നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. സാമ്പത്തികമല്ല, അത് നമ്മളെ തിരക്കേറുന്തോറും നമുക്കറിയാം, ബിസിനസ് സ്ഥാപനങ്ങൾ കൂടി, ഇതെല്ലാം കൂടി കഴിയുമ്പോഴത്തേ നമുക്ക് മാറ്റിവെക്കാൻ പറ്റുന്ന കാറ്റഗറി ദൈവമുള്ളൂ. വേറെ ആരും നമുക്ക് മാറ്റിവെക്കാൻ പറ്റില്ല. ഏത് ബിസിനസ്സും നോക്കിയോട്ടോ, കുറച്ചൊക്കെ ഒന്ന് ശാന്തമാകുന്നത് തന്നെയാണ് നമ്മുടെയും കുടുംബത്തിൻ്റെ ഒക്കെ നന്മയ്ക്കും ആത്മീയ വളർച്ചയ്ക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നത്. എന്തോ ഒരു കാര്യം പറയാൻ. അല്ല, ഞാൻ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അച്ഛനിപ്പോൾ പറഞ്ഞു വന്നപ്പോഴേ അപ്പൻ്റെ അമ്മേൻ്റെ അനുഗ്രഹം മെയിനാന്ന് അച്ഛൻ പറഞ്ഞില്ലേ. ഞങ്ങൾ ഇതെല്ലാം ചെയ്തിട്ട് നന്നാകത്തിൻ്റെ ഒരു കാര്യം എൻ്റെ മനസ്സിൽ ദൈവം മനസ്സിലാക്കി തന്നത്, ഇവരുടെ അമ്മയുടെ വിഷമമാണ്, അമ്മയുടെ വേദനയാണ്. അപ്പോൾ ഇവരുടെ അമ്മ ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ മക്കളോട് എല്ലാവരോടും പറഞ്ഞു, ഞാൻ ചെയ്ത് വലിയ തെറ്റാണ്, അതുകൊണ്ട് ആ അമ്മയുടെ കാല് പിടിച്ച് നമ്മളെല്ലാവരും മാപ്പ് ചോദിക്കണം. മക്കളോടും പറഞ്ഞു, ഇന്നപോലെ എൻ്റെ അപ്പൻ ചെയ്ത് തെറ്റിന് ക്ഷമിക്കണം എന്ന് പറഞ്ഞ് മാപ്പ് ചോദിക്കുക. അപ്പോൾ ഇവരമ്മ നിന്ന് തരാൻ സമ്മതിച്ചില്ല ആദ്യം. പിന്നെ ഇവരമ്മാവൻ പറഞ്ഞു, അവരാഗ്രഹമല്ലേ നിൽക്കാൻ പറഞ്ഞ്. അങ്ങനെ 3 മക്കളും കാലെ വീണ് മാപ്പ് ചോദിച്ച്, ഭാര്യയും കാലെ പിടിച്ച് മാപ്പ് ചോദിച്ച്, ഞാനും കാലെ പിടിച്ച് മാപ്പ് ചോദിച്ചു. പിന്നീടാണ് ഞങ്ങളുടെ ജീവിതത്തിലൊരു മാറ്റം വന്നത്. ദൈവം തീർച്ചയായിട്ടും നിങ്ങൾ ഒരുപാട് അനുഗ്രഹിച്ചിട്ടുണ്ട്. ഇത് കേൾക്കുന്നവർക്കും, നിങ്ങൾ ഇത് ജീവിതത്തിൻ്റെ ഒരു ഹീറോയിസം അല്ല പറയുന്നത്, പക്ഷേ ജീവിതത്തിൻ്റെ ഒരു പരാജയങ്ങളിൽ നിന്ന് ദൈവം കൊണ്ടുവന്ന് എത്തിച്ച ഒരു വഴി നടത്തുന്ന ഒരു വഴികളെക്കുറിച്ചാണ് പറയുന്നത്. നമുക്ക് ദൈവത്തിന് പ്രത്യേകമായിട്ട് നന്ദി പറയാം. പ്രത്യേകിച്ച് ഈ കഴിഞ്ഞ 10-16 വർഷക്കാലം ദൈവം തന്ന ജീവിതത്തിൻ്റെ ഒരു സ്വസ്ഥതയുണ്ട്, ഒരു സമാധാനമുണ്ട്. തുടർന്നത് പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു മകള് സന്യാസ ജീവിതത്തിലേക്ക് പ്രവേശിക്കുക. നിങ്ങളുടെ പ്രാർത്ഥന ദൈവം അനുഗ്രഹിക്കട്ടെ. എനിക്ക് സന്തോഷമുണ്ട്. അന്യമതത്തിൽപ്പെട്ട് വളർന്നൊരു സഹോദരിയാണ്, അന്യനാട്ടിൽപ്പെട്ടത്. അവിടെ നിന്ന് ഇവിടെ വന്ന് ഇത്രയും കഷ്ടപ്പാടിലൂടെ കടന്നുപോയിട്ട് ഒരു കന്യാസ്ത്രീയുടെ അമ്മയാകാനായിട്ട് ദൈവം അനുവദിച്ചു എന്നുള്ളത് വലിയൊരു അനുഗ്രഹമാണ്. അതിനൊക്കെ നന്ദി പറയുക. ബാക്കി മക്കൾ, അവരുടെ പഠനം, നിങ്ങൾക്ക് തലമുറയൊക്കെ അനുഗ്രഹിക്കപ്പെട്ടായിട്ട് മാറട്ടെ. കൂടുതൽ ഈ ജീവിതത്തിൽ ഇത്രയും നാളും ചേട്ടന് ചെയ്യാവുന്നൊരു കാര്യം, കുറച്ച് നാളെങ്കിലും എൻ്റെ കൂടെ ഇറങ്ങി തിരിച്ച പെണ്ണിനെ ഞാൻ സങ്കടപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ മരണം വരെ ഇനി ഞാൻ സങ്കടപ്പെടുത്തില്ല എന്ന് തീരുമാനിക്കുക, ചേർത്ത് പിടിക്കുക, ഹാപ്പിയായിട്ട് പോകാനായിട്ട് പരിശ്രമിക്കുക കേട്ടോ. എല്ലാ ഭാവങ്ങളും രണ്ടുപേർക്കും ആശംസിക്കുന്നു. പ്രേക്ഷകർക്കും ഇതൊരു വിചിന്തനത്തിൻ്റെ സമയമായിട്ട് മാറട്ടെ. നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും ദൈവം അനുഗ്രഹിക്കട്ടെ. നമുക്ക് മറ്റൊരു എപ്പിസോഡിൽ കണ്ടുമുട്ടാം. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ.